കേരളത്തിലെ ചില പ്രദേശങ്ങളുണ്ട്. അത് എത്ര ഏതെല്ലാം തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ പോലും അത് ആ പാർട്ടിക്ക് സേഫായിട്ട് നിൽക്കുന്ന ഇടങ്ങളുണ്ട്. CPM-നായാലും കോൺഗ്രസിനായാലും അത്തരത്തിലുണ്ട്. ഇപ്പോൾ കേരളം മുഴുവൻ LDF തരംഗം ആഞ്ഞടിക്കുമ്പോഴും എറണാകുളം ജില്ല UDF-ന്റെ ഒരു പച്ച തുരുത്തായിട്ട് നിന്നിട്ടുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ CPM-നായാലും എത്ര UDF തരംഗം ഉണ്ടായിട്ടുള്ള കാലത്തും അവരുടെ ചില ഏരിയകളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, തലശ്ശേരി, ധർമ്മടം, അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ അത് അവരുടെ ഒരു കോട്ടയാണ്. ആ പാർട്ടിയിലുള്ള ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും വളരെ സുരക്ഷിതമായിട്ട് വിജയിക്കും. ഇപ്പൊ വയനാട് പാർലമെന്റ് മണ്ഡലത്തില് മത്സരിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ നെട്ടോട്ടം നടത്തുന്നത്? രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നതിന് ശേഷമല്ലേ അതിനകത്ത് മത്സരം കുറഞ്ഞത് പിന്നീട്. കാരണം രാഹുൽ ഗാന്ധിക്കെന്നും പറഞ്ഞ് മാറ്റിവെച്ചു. പിന്നീട് ആ ചെക്കൻ ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലം കിട്ടിയപ്പോൾ പെങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സിദ്ദിഖ് ചുവരെഴുത്തും ഒക്കെ തുടങ്ങിയ സമയത്തല്ലേ രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് എന്ന് കേട്ടത്. അങ്ങനെ അതൊക്കെ വളരെ സുരക്ഷിതമാണ്. പണ്ടേ പറയാറുണ്ട്, കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഇടമാണ് എന്നുള്ളത്. അതുപോലെ ചില ഹൈറേഞ്ച് പ്രദേശങ്ങളുണ്ട്. അതൊക്കെ CPM-ന് എപ്പോഴും വളരെ സ്വന്തമായിട്ടുള്ള ചില പ്രദേശങ്ങളാണ്. നമുക്കറിയാം, ഇപ്പൊ പീരിമേട്, ദേവികുളം, ഉടുമ്പൻചോല, ഇതൊക്കെ CPM-ന്റെ ഒരു കോട്ടയാണ്. അല്ലെങ്കിൽ ഇതിൽ പീരിമേട് CPI-ക്കുള്ള സീറ്റാണ്. നേരത്തെ നമുക്കറിയാം വാഴൂർ സോമനായിരുന്നു. ഇപ്പൊ വാഴൂർ സോമന്റെ നിര്യാണത്തെ തുടർന്ന് മണ്ഡലം MLA ഇല്ലാതെ നിൽക്കുകയാണ്. അതിനു മുമ്പ് ബിജി മോളായിരുന്നു അവിടുത്തെ MLA. അപ്പം ഉടുമ്പൻചോല എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് MM മണിയെ തന്നെയാണ്. MM മണിയുടെ മണ്ഡലമാണ് അത്. 2001-ലായാലും 2006, 2011 ഒക്കെ തന്നെ അത് കോൺഗ്രസ്സുകാർക്ക്. അത് 96-ല് EM അഗസ്റ്റിനായിരുന്നു അവിടെ. അന്ന് MM മണി പരാജയപ്പെട്ടു EM അഗസ്റ്റിനോട്. പിന്നീട് 2001, 2006, 2011 മുതൽ ഇങ്ങോട്ട് CPM-ന്റെ കൈകളിൽ തന്നെയാണ്. 2016-ലും 2021-ലും MM മണി തന്നെയാണ് അവിടെ MLA ആയിട്ട് തുടരുന്നത്. MM മണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്, 30,000-ത്തിലധികം വോട്ടിന് ആണ് വിജയിച്ചത്. ആ മണ്ഡലത്തില് നമ്മള് MM മണിയെ പറ്റി പലതും പറയും. MM മണിക്ക് നാവില് ലൈസൻസ് ഇല്ലാത്ത ആളാണ്, ആരെക്കുറിച്ചും എന്ത് തോന്നിവാസവും പറയും എന്നൊക്കെ പറയും. പക്ഷേ അത് മറ്റിടങ്ങളിൽ മാത്രമാണ്. ഉടുമ്പൻചോല മണ്ഡലത്തിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വോട്ടർമാർക്ക് ഈ MM മണി എന്നൊക്കെ പറയുന്നത് ദൈവതുല്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ 365 ദിവസവും അധ്വാനം ചെയ്യുന്നവരാണ്. അവർക്ക് അവരുടെ കിട്ടുന്ന വിഹിതം കൊണ്ട് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ ജീവിത നിലവാരം ഒന്നും വലുതായിട്ട് ഉയരുന്നില്ല, വലിയ സുഖസൗകര്യങ്ങളും ഒന്നും ഇല്ല, ആർഭാടമില്ല, ജീവിച്ചു പോകുന്നു. അപ്പൊ ആ ജീവിച്ചു പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം, MM മണി എന്തെല്ലാം പറഞ്ഞു അല്ലെ? MM മണിയുടെ വീരസാഹസിക കഥകൾ 1, 2, 3 അല്ലെ? ഒരാളെ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, ഒരാളെ വെടിവെച്ചിട്ടു എന്നൊക്കെ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാറിൽ നടന്ന പെമ്പിളെ ഒരുമേ സമരത്തിനെതിരെ ആ സ്ത്രീകളെ പറ്റി വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ഇതൊന്നും നമ്മളൊക്കെ ചർച്ച ചെയ്തുവെങ്കിലും മണിയുടെ മണ്ഡലത്തിൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. MM മണിയെ അവർക്ക് വേണ്ടതായ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നു. തമിഴ് വംശജരുള്ള മണ്ഡലം കൂടിയാണ്. അപ്പൊ അവർക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ വലിയ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിവില്ല. അവർക്ക് നരേന്ദ്രമോദി ഇപ്പോൾ ചൈനയിൽ പോയി, 7 വർഷത്തിന് ശേഷമാണ് ചൈനയിൽ സന്ദർശനം നടത്തി അവിടുത്തെ പ്രധാനമന്ത്രിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ട്രംപുമായിട്ട് ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ്. ഇതൊന്നും അവരെ അറിയുന്നില്ല. അവർക്ക് അറിഞ്ഞാലും അതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും തുടർന്ന് അതിന്റെ കാര്യങ്ങൾ അറിയണമെന്നുമില്ല,
അതുകൊണ്ട് അവർക്കൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം കഴിഞ്ഞു, ഇതൊന്നും അവരറിയുന്നില്ല, അവർക്ക് അറിയണ്ട, അവർക്ക് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെപ്പോഴും ഒരു ഇടതുപക്ഷ അനുകൂലികൾ കൂടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും സുരക്ഷിത മണ്ഡലമായിട്ട് നിൽക്കും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും ഈ അവിടെ ചുവരെഴുത്തെന്ന് പറഞ്ഞാൽ തമിഴിലുമുണ്ട്. അപ്പൊ തമിഴ് ബന്ധമുള്ളതായ ചില കാര്യങ്ങളും കൂടെ കാണിച്ചു കൊടുത്താൽ മതി. സ്റ്റാലിന്റെയും പിണറായിയുടെയും കൂടെ ചിത്രമുള്ള ഒരു ഫ്ലെക്സ് വെച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാൽ സുഖമായിട്ട് കിട്ടും. കാരണം സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു വലിയ തരംഗമായി തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്റ്റാലിനും പിണറായിയും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അല്ലാതെ പിണറായി വിജയൻ ശബരിമല യുവതീ പ്രവേശ വിഷയത്തില് ഇപ്പൊ ഭക്തരുടെ കൂടെയാണ്, ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലെന്നുള്ളതാണ്. അത് പീരുമേട്ടിലായാലും ദേവികുളത്തായാലും ഉടുമ്പൻചോലയിലായാൽ പോലും. അപ്പോൾ കണ്ണൂർ പോലെ തന്നെ CPM-ന് ഉറപ്പിക്കാവുന്ന ചില മണ്ഡലങ്ങളാണ് ഈ ഹൈറേഞ്ച് പ്രദേശത്തുള്ള ഈ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ. ഇത് മാത്രമല്ല, മറ്റു ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഇവിടെ MM മണി ഇനിയിപ്പോൾ 3-ാം വട്ടം മത്സരിക്കാൻ സാധ്യത കുറവാണ്. 3-ാം ഊഴത്തിൽ അദ്ദേഹത്തെ തഴയുന്നതല്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പാർട്ടി ഇപ്പോൾ അതിന് തുല്യനായിട്ടുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടി നിൽക്കുകയാണ്. അത് പക്ഷേ ഒരു സാധ്യത കാണുന്നത് ഇപ്പോൾ വേടനെ പോലുള്ള ഒരാളെ, വേടൻ ഇപ്പോൾ CPM ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചില പീഡന കേസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒളിവിൽ നിൽക്കുന്നത്. അത് പതുക്കെ CPM ആ പീഡനമൊക്കെ അത് തീവ്രത കുറഞ്ഞതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ചിത്രമൊക്കെ മാറ്റി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വേടനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കും. എന്നിട്ട് വേടനെ ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരമായിട്ട് അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് വേടനെ മറ്റു പല മണ്ഡലങ്ങളിലേക്ക് കൂടി ഇവർ കൊണ്ടുപോകും. വേടനും പൈസ കിട്ടുന്ന കാര്യമാണ്. വേടന് എത്രയോ നാളത്തേക്കുള്ള ഡേറ്റ് വരെ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അത് വളരെ കൂടുമെന്നുള്ളതാണ്. CPM അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. ഒരുപക്ഷെ വേടനെ ഉടുമ്പൻചോലയിൽ നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സേഫായിട്ടുള്ള ഒരു ഇടമായി കണ്ടുകൊണ്ടും കൂടിയാണ് അവിടെ നിർത്തി മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു താഴെത്തട്ടിലുള്ള വിഭാഗത്തിന്റെ വോട്ട് നേടിയെടുക്കാൻ തന്നെയാണ് CPM ഈ ചില അവരുടെ 140 മണ്ഡലങ്ങളിലേക്കും അവർ ഇറങ്ങി ചെല്ലുന്നത് എല്ലാം വിജയിച്ചെടുക്കാൻ തന്നെ ആയിരിക്കും. പക്ഷെ വളരെ സേഫായിട്ട് വളരെ കരുതലോടുകൂടിയാണ് ഇത്തവണ അവർ മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഉടുമ്പൻചോലയിൽ MM മണി മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വേടനെ ആയിരിക്കും അവർ ഇറക്കാൻ പോകുന്നത്.